ഹലോ. ഇംഗ്ലീഷിന്റെ എ-ബി-സി-ഡി അറിയില്ല. എവിടുന്ന് പഠിച്ചു തുടങ്ങണംന്ന് അറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് കിട്ടാറുണ്ട്. കാര്യം ശരിയാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ സ്കൂളിൽ പോയി ഇംഗ്ലീഷ് പഠിക്കേണ്ട ഒരു അവസരമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ലെവൽ വെച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് പേര് പറയാറുണ്ടായിരുന്നു. ഞാൻ വളരെ മുമ്പ് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അത് പഠിക്കാൻ പോലും കുറച്ചധികം ഇംഗ്ലീഷ് അറിയണം എന്ന് തോന്നുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒട്ടും അറിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്കും നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റണ്ടേ? അപ്പോൾ ഇന്നത്തെ ഈ കാലത്ത് അതിന് ഫ്രീ ആയിട്ടുള്ള ഇംഗ്ലീഷ് കോഴ്സുകൾ ലഭ്യമായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ കൂടെ കൂടിക്കോളൂ. അഡ്വാൻസ് ഗ്രാമർ കാര്യങ്ങളൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരാൾക്ക് കേപ്പബിലിറ്റി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രാമറൊക്കെ കുറേ ഫോക്കസ് ചെയ്താൽ കൺഫ്യൂഷൻ വരും. കാരണം ഓൾറെഡി പേടിയുണ്ടാവും. കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്രാമറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രാമർ പറഞ്ഞാൽ വേർബ് കണ്ടോ, സബ്ജക്റ്റ് കണ്ടോ, ഒബ്ജക്റ്റ് കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മ എനിക്കതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ഫീലിംഗ് വരും. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് പേടിക്കേണ്ട. സിമ്പിളായിട്ടിരിക്കുക. നമ്മൾ ഈ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കില്ലേ, അതുമാതിരി സിമ്പിളായിട്ട് ഇരുന്നോളൂ. ഞാൻ നോക്കിക്കോളാം. ഓക്കെ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലെങ്കിൽ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കണം. സൗണ്ട്സ് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആൽഫബറ്റ്സ് പഠിക്കാമെന്ന്. പക്ഷേ ആൽഫബറ്റ്സ് പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പൊതുവെ ആൽഫബറ്റ്സ് പഠിക്കാൻ അങ്ങനെ നിർബന്ധിക്കില്ല സ്റ്റാർട്ടിങ്ങിൽ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു നമ്മുടെ ഒരു സിസ്റ്റം വിചാരിക്കുക. ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ സിറ്റിയിലത്തെ ഒരു ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം പേര്. അപ്പോൾ ചിലപ്പോൾ ആ പേര് അവിടെ രജിസ്റ്റർ ചെയ്യും. ഒഫീഷ്യലി അതായിരിക്കും പേര്. പക്ഷെ അത് ആരും ഉപയോഗിക്കില്ല. നമ്മൾ വീട്ടിലും സ്കൂളിലൊക്കെ വേറൊരു പേരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഈ സിറ്റി രജിസ്ട്രേഷൻ ഉപയോഗിച്ച പേര് അറിയേണ്ട വല്ല കാര്യമുണ്ടോ? അതുപോലെയാണ് ഈ ആൽഫബറ്റ്സിൻ്റെ കാര്യം. ABCD എന്ന് പഠിച്ചിട്ട് നമ്മൾ ഏപ്പിൾ എന്നല്ലല്ലോ പറയണേ, ആപ്പിൾ അല്ലേ. അവിടെ വരുമ്പം ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ ആൽഫബറ്റ്സ് പഠിക്കാം, പക്ഷെ ഇപ്പം അല്ല. ആദ്യം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സൗണ്ട്സ് എഴുതാൻ നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല അല്ലേ, ഇംഗ്ലീഷ് വായിക്കാനും അറിയണ്ടാവില്ല അല്ലേ. അപ്പോൾ അതെങ്ങനെ തുടങ്ങാമെന്നൊക്കെ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരും കേട്ടോ. ആദ്യം മുതൽ പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പോൾ പേടിക്കണ്ട, എത്ര പ്രായമായാലും കുഴപ്പമില്ല. നമുക്ക് ഓരോ കാര്യങ്ങളും 50, 60, 70 വയസ്സായാലും പഠിക്കാം. അതിൽ ഉഷാറാവാം, ഫ്ലുവൻ്റ് ആവാം, ഒരു പ്രശ്നമില്ല കേട്ടോ. എൻ്റെ കൂടെ കൂടിക്കോളൂ, ഞാൻ പഠിപ്പിച്ചു തരാം. വളരെ പതുക്കെ പോവുള്ളൂ, ടെൻഷൻ അടിക്കരുത്. പക്ഷേ ഒരു കാര്യമുള്ളത്, എല്ലാ ദിവസവും ഒരിത്തിരി എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് വായിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വീഡിയോ കാണാൻ ശ്രമിക്കുക. എഴുതി വെച്ചിരിക്കുന്ന നോട്ട്സ് ഉണ്ടെങ്കിൽ അതിലൂടെ ഒന്ന് പോവുക. എല്ലാ ദിവസവും ഇത്തിരി ഇത്തിരി പഠിക്കുമ്പോൾ നമുക്ക് ആ പേടി ഇങ്ങനെ മാറിക്കിട്ടും. ഓക്കെ. ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അപ്പം തുടങ്ങാം. ഇത് ഈ ലെറ്ററിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഉണ്ടാക്കുന്ന സൗണ്ട് സ്, ആ, ട്, ഇ, ഫ, ൻ, ഖ, എ, ർ, ഡ, ഗ, ഓ, ആ, ഫ്, ബ, A, J, O, I, E, O, Z, W, ing, V. ഇതിന് 2 സൗണ്ട്സ് വരാം. ഒന്ന് ഓ, മറ്റൊന്ന് ഊ, യ്, ക്സ്, ഛ്, ഷ്, സ്, ക്വ, ആവ്, ഓയ്, യു, ആ. ഇനി ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പല വാക്കിലും ഈ സൗണ്ട്സ് ഇങ്ങനെയല്ലാണ്ട് ഇതേ ലെറ്റേഴ്സ് വേറെ സൗണ്ടിൽ വരാം. അത് നമുക്ക് വരുമ്പോൾ പഠിക്കാം കേട്ടോ.
അപ്പോൾ സൗണ്ട്സ് പറഞ്ഞ് പഠിക്കണേ. ഈ വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് പഠിക്കണം. കാരണം ഈ ഫസ്റ്റ് വീഡിയോസിൽ കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വരും. ഈ വീഡിയോ മാത്രമല്ല, ഇനി അടുത്ത കുറച്ച് വീഡിയോസ് വളരെ ബേസിക് ആയിരിക്കും. സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് എപ്പോഴും പേടി ചെയ്യും ഇതൊക്കെ എങ്ങനെയാണെന്ന്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് കാണാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. ഡൗൺലോഡ് ചെയ്ത് വെച്ച് കണ്ടോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞില്ലേ ഗ്രാമർ ഒന്നും അധികം പഠിപ്പിക്കുന്നില്ല എന്ന്. അപ്പോൾ പിന്നെ എന്തായി പഠിപ്പിക്കുക? ചെറിയ ചെറിയ സംഭാഷണത്തിലൂടെയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിന്ന് 3 കൂട്ടുകാരുണ്ട്. ആരൊക്കെയാ? അനു, മനു, ആര്യ. അപ്പോൾ അവരുടെ ഒരു കോൺവെർസേഷൻ വെച്ച് നമുക്ക് തുടങ്ങാം. കോൺവെർസേഷൻ എന്ന് വെച്ചാൽ സംഭാഷണം. ഓക്കെ. അപ്പോൾ അനു പറയാണ്, ഹലോ, മൈ നെയിം ഇസ് അനു. അപ്പോൾ കണ്ടോ, ആദ്യത്തെ നമ്മൾ പഠിച്ച ഹലോ ഹലോ എന്ന് വെച്ചാൽ നമ്മൾ ഹലോ എന്ന് പറയില്ല. അത് ഹലോ, മൈ നെയിം ഇസ് അനു. എൻ്റെ പേര് അനു എന്നാണ് അതിൻ്റെ അർത്ഥം. മൈ നെയിം എന്ന് വെച്ചാൽ എൻ്റെ പേര്. മൈ നെയിം, എൻ്റെ കൂടെ പറയണേ, മൈ നെയിം ഇസ് അനു. ഇനി സാധാരണ നമ്മൾ അനു, എൻ്റെ പേര് അനു ആണെന്ന് എങ്ങനെയാണ് പറയാന്നറിയോ? ഹലോ, മൈ നെയിംസ് അനു. ആ മൈ നെയിം ഇസ് ഒറ്റൊരു സൗണ്ടായിട്ട് വരും. മൈ നെയിംസ് അനു. നെയിംസ്. ഓക്കെ. ഹലോ, മൈ നെയിംസ് അനു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരങ്ങ് പറഞ്ഞോളൂ. ഹലോ, മൈ നെയിംസ്. അപ്പോൾ ഈ എഴുതി വെച്ചത് കണ്ടില്ലേ? അതേപോലെ കോമൻറ്റിൽ നിങ്ങളുടെ പേര് എഴുതാൻ പറ്റുമെന്ന് നോക്കൂ. മൈ നെയിംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതുക. ഫുൾ നെയിം ഒന്നും വേണ്ട, ആദ്യത്തെ ആ ഫസ്റ്റ് നെയിം മാത്രം. നിങ്ങൾക്കിപ്പം അരുൺ പി കെ എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ അരുൺ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ആളുടെ പേര് അനു എന്നാണ്. ഹലോ, മൈ നെയിംസ് അനു. ആൾ പറയാണ്, അനു പറയാണ്, എനിക്ക് 10 വയസ്സുണ്ട്. എങ്ങനെ പറയണേ? ഐ എം 10 years old. ഐ എം 10 years old. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ എണ്ണുക എന്നുള്ളത് പഠിക്കാം. 1 1 1, 2 2 2, 3 3 3, 4 4 4, 5 5 5, 6 6 6, 7 7 7, 8 8 8, 9 9 9, 10 10. ഇത് 10 എന്ന് പറയരുത്, പട്ടത്തിൻ്റെ ട അല്ല, 10. നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നാക്ക് പല്ലിൻ്റെ മുകളിൽ മോണ തുടങ്ങണ സ്ഥലത്ത് വെക്കുക. 10. ഓക്കെ. അപ്പോൾ എന്താ പറയണത്? അനു 10 വയസ്സുണ്ട് ആൾക്കെന്നാ പറയണേ. എങ്ങനെയാ പറയണത്? ഐ എം 10 years old. കണ്ടോ? ഓൾഡ്. ഓൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായം എന്നാണ് അർത്ഥം. പല അർത്ഥങ്ങളുണ്ട് ഇവിടെ. ഇവിടുത്തെ അർത്ഥം പ്രായം 10 വയസ്സാണെന്നാണ്. ഐ എം 10 years old. ഇയേഴ്സ് എന്ന് വെച്ചാൽ വർഷങ്ങൾ. അപ്പോൾ 10 years എന്ന് വെച്ചാൽ 10 വയസ്സ് എന്നാണ് അർത്ഥം. ഇയേഴ്സിന് വർഷങ്ങൾ എന്നൊരു അർത്ഥമുണ്ട്. പക്ഷേ വയസ്സ് പറയുമ്പോൾ ഇത്ര വയസ്സ് എന്നുള്ള അർത്ഥം വരും കേട്ടോ. നമ്മളിങ്ങനെ ഓരോ വാക്കും എന്താണെന്ന് പഠിക്കാം. പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ വന്നാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ വരിക, എന്താ പറയുക, അങ്ങനെ ഓരോ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്താൽ നമുക്ക് പറ്റില്ല. പക്ഷേ ഓരോ പ്രവൃത്തിക്കുള്ളതും ഓരോ വാക്കിനുള്ളതും പഠിക്കേണ്ടി വരും. പക്ഷേ ഗ്രാമറിന് നമ്മളങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വാക്കിനും അങ്ങനെ ഇവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ പോലെയല്ല മലയാളം. രണ്ടും 2 ഡിഫറെൻറ്റ് ഭാഷകളാണ്, വ്യത്യസ്തമായ ഭാഷകളാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് മലയാളം വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കണേക്കാളും ഇംഗ്ലീഷായിട്ട് പഠിക്കാൻ നല്ലത്. ഓക്കെ. അപ്പോൾ അനു പറഞ്ഞ കാര്യം എങ്ങനെയാ? ഹലോ, മൈ നെയിംസ് അനു. ഐ എം 10 years old. ഓക്കെ. ഇനി രണ്ടാമത്തെ കഥാപാത്രമാണ് മനു. മനു എന്താ പറയണേ? ഹലോ, ഐ എം മനു. മനു പറഞ്ഞ മാതിരി തന്നെ. ആൾക്ക് 12 വയസ്സുണ്ട്. എങ്ങനെ വരിക? അപ്പോൾ 11 മുതൽ 20 വരെയുള്ള സംഖ്യകൾ നമുക്ക് പഠിക്കാം. 11 11 11, 12 12 12, 13 13,
13. 14. 14. 14. 15. 15. 15. 16. 16. 16. 17. 17. 17. 18. 18. 18. 19. 19. 19. 20. 20. 20. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അടുത്ത 21 എന്ന് പറയാൻ 21 അങ്ങനെയാണ്. 22 22. ഓക്കെ. അപ്പോൾ ഇനിയുള്ളതൊക്കെ അങ്ങനെയാണ്. ഈ 10 കഴിഞ്ഞ് 11 മുതൽ 20 വരെയുള്ളതാണ് വ്യത്യസ്തമായിട്ട് നമ്മൾ പറയണത്. ബാക്കിയൊക്കെ 23, 23. അപ്പോൾ 30 എന്താ പറയുക? 30. അപ്പോൾ നമ്മൾ 13 പറഞ്ഞതോ 13. അവിടെ നീട്ടം ടീൻ ഉണ്ട്. 13. 30. 30. 40. 40. 14. 14. 15. 15. 50. 50. കേട്ടോ, അപ്പോൾ കുറുക്കി അങ്ങോട്ട് നിർത്തുക. 50. 15. 15. 16. 16. 60. 60. 17. 17. 70. 70. 18. 18. 80. 80. 90. 90. 100. 100. അപ്പോൾ ഇപ്പോൾ കൗണ്ട് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? 42 എങ്ങനെ പറയും? 42. കാരണം 40, 40, അതിൻ്റെ കൂടെ 2 വരണം. അപ്പോൾ 42. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 53 എങ്ങനെയാണ് എഴുതുക? കമൻറ്റിലിടുമോ? രണ്ടാമത്തെ ഹോംവർക്കാണ്. ആദ്യം നിങ്ങളുടെ പേര് പറയാൻ പറഞ്ഞു. ഐ എം പേര്. രണ്ടാമത് 53 എങ്ങനെയാണ് എഴുതാമെന്ന് ജസ്റ്റ് ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. ഇവിടെ അതിൻ്റെ ബാക്കിയുള്ള ഡേറ്റയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് എഴുതുക. ഓക്കെ. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യത്തിൻ്റെ ഒരു PDF ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് താഴെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അത് ക്ലിക്ക് ചെയ്താൽ നമ്മളൊന്ന് പഠിപ്പിച്ചതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഓക്കെ. അടുത്തത് ആര്യ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ആര്യ ഹലോ എന്ന് പറയുന്നില്ല, പകരം ഹായ് എന്നാണ് പറയണേ. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഹലോ അല്ലെങ്കിൽ ഹായ് എന്നൊക്കെ നമ്മൾക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ വല്ല ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ ഹലോ എന്നാണ് കൂടുതൽ ഉപയോഗിക്കുക. അല്ലാതെ നമുക്ക് സാധാരണ കേസിലൊക്കെ ഹായ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആര്യ പറയാണ്, ഞാൻ ആര്യയാണ്. എങ്ങനെയാണ് പറയണേ? ഹായ്, മൈ നെയിം ഇസ് ആര്യ എന്ന് പറയണതിന് പകരം ആളെന്താ പറയണേ? ഐ എം ആര്യ. എങ്ങനെയാണ് പറഞ്ഞേ? ഐ എം ആര്യ. അങ്ങനെയും പറയാം. ഞാൻ ആര്യയാണ്, അതാണ് അർത്ഥം. ഹായ്, ഐ എം ആര്യ. പറയൂ. ഹായ്, ഐ എം ആര്യ. അപ്പോൾ നമ്മൾ നേരത്തെ മനുവിന് 12 വയസ്സാന്ന് പറഞ്ഞില്ലേ? ആര്യയ്ക്കും 12 വയസ്സാണ്. അപ്പോൾ എങ്ങനെയാണ് ആര്യ പറയാം? ആര്യയ്ക്ക് 12 വയസ്സാണെങ്കിൽ എങ്ങനെ ആര്യ പറയാം? ഐ എം 12 years old. ആര്യയ്ക്കും 12 വയസ്സാന്ന് എങ്ങനെയാണ് പറയണേ? ഐ എം ഓൾസോ 12 years old. എന്നുവെച്ചാൽ എനിക്കും അതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഓൾസോ എന്നുള്ള വാക്ക് അവിടെ ഇട്ടു. ആ വാക്ക് കണ്ടോ? അത് വായിക്കുക, ഓൾസോ. ഐ എം ഓൾസോ 12 years old. I am also 12 years old. അപ്പോൾ ഇനി അനു പറയാണ്, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ഇങ്ങനെ പറയാം, ഐ എം ഫ്രം ഇന്ത്യ. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. എങ്ങനെ പറഞ്ഞേ? ഐ എം ഫ്രം ഇന്ത്യ. ഞാൻ ഇന്ത്യക്കാരിയാണ്. ഐ എം ഇന്ത്യൻ. ഐ എം ഫ്രം ഇന്ത്യ. ഐ എം ഇന്ത്യൻ. മനു എന്താ പറയണേ? ഞാനും ഇന്ത്യ എന്നാ. എങ്ങനെ പറയാ? ഐ എം ഓൾസോ ഫ്രം ഇന്ത്യ. ഓൾസോ, ഞാനും അവിടെ നിന്നാണെന്ന് പറയാം. അപ്പം മുമ്പുള്ള ഒരാളൊരു കാര്യം പറഞ്ഞാൽ നമ്മളും അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഓൾസോ ഇടാം. ഓക്കെ. ഐ എം ഓൾസോ ഫ്രം ഇന്ത്യ. ഐ എം ഇന്ത്യൻ. ഞാൻ ഇന്ത്യക്കാരനാണ്. ഞാനും ഇന്ത്യക്കാരനാണെന്ന് പറയണമെങ്കിൽ
ഐ എം ഓൾസോ ഇന്ത്യൻ. അങ്ങനെ പറയാം. അടുത്തത് ആര്യ പറയാണ് ആള് ശ്രീലങ്കയിൽ നിന്നാണെന്ന്. എങ്ങനെ പറയാം? ഐ എം ഫ്രം ശ്രീലങ്ക. എവിടെയാ ആ സ്ഥലം എന്ന് വെച്ചാൽ പറയാം. രാജ്യം അതാണ്, ശ്രീലങ്കയാണ്. അപ്പോൾ ഐ എം ഫ്രം ശ്രീലങ്ക. ഞാൻ ശ്രീലങ്കക്കാരിയാണ്. ഐ എം ശ്രീലങ്കൻ. ഇതിലിപ്പോൾ ഞാൻ ആര്യനെ ശ്രീലങ്കക്കാരി ആക്കിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇന്ത്യക്കാരി ആക്കും കേട്ടോ അടുത്ത ക്ലാസ്സുകളിൽ. കാരണം ശ്രീലങ്കയിലത്തെ കാര്യങ്ങൾ എനിക്കറിയില്ലല്ലോ. ഇനി നമ്മൾ മനുവും ആര്യയും അവരുടെ വയസ്സ് എത്രയായിരുന്നു? 12. അപ്പോൾ ഇത് കേൾക്കണം. ഈ അനു ആര്യൊക്കെ അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അവരൊക്കെ എന്താണെന്നും എന്താ പേരെന്നും എന്താ വയസ്സെന്നും എവിടുന്നാന്നൊക്കെ പറഞ്ഞു. അതിനെന്താ പറയുക? നമ്മളെ പരിചയപ്പെടുത്തുക. അതിനാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുക. അപ്പം നമ്മളിതൊക്കെ കേട്ടു. അനു കൊള്ളാം, മനുവും കൊള്ളാം, ആര്യയും കൊള്ളാം. ഓക്കെ. ഇനി നമ്മൾ പറയാണ് ഈ മനു ആര്യയും രണ്ടുപേരും 12 വയസ്സല്ലേ രണ്ടുപേരും? അതെ. എങ്ങനെ പറയണേ? മനു ആൻഡ് ആര്യ. രണ്ടുപേരെയും കൂടെ കൂട്ടി യോജിപ്പിക്കാൻ മനു ആര്യ എന്ന് പറയുന്നതിന് പകരം ആ രണ്ടാൾക്കാരും പേരെടുത്ത് പറയുമ്പോൾ രണ്ടിനെയും യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് എന്നൊരു വാക്ക് ഉപയോഗിക്കും. മനു ആൻഡ് ആര്യ ആർ 12 years old. നേരത്തെ മനു എന്താ പറഞ്ഞേ? ഐ എം 12 years old അല്ലേ? അങ്ങനെ പറഞ്ഞു. ഐ എം 12 years old. പക്ഷെ നമ്മളിപ്പോൾ മനുവിൻ്റെ പേരെടുത്ത് നമ്മളാ പറയണം. നേരത്തെ മനു പറഞ്ഞു, ഇപ്പം നമ്മൾ പറയാം മനുവിനെ കുറിച്ച്, ആര്യനെ കുറിച്ചും. രണ്ടുപേർക്കും 12 വയസ്സാണ്. ഇങ്ങനെ പറയണേ? മനു ആൻഡ് ആര്യ ആർ ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണേ. മനു ആൻഡ് ആര്യ ആർ എന്താ? 12 വയസ്സ്. 12 years old. മനു ആൻഡ് ആര്യ ആർ 12 years old. ഓക്കെ. എൻ്റെ അമ്മയ്ക്ക് 28 വയസ്സുണ്ട് എന്ന് ആര്യ അങ്ങനെ പറയാം, അല്ലെങ്കിൽ മനു പറയാം, ആരെങ്കിലും പറയാം. 28 വയസ്സുള്ള അമ്മയ്ക്ക് 12 വയസ്സുള്ള കുട്ടി ഉണ്ടാവുമോ? ഡിഫിക്കൽട്ടാണ്. അപ്പം എൻ്റെ കണക്കൊന്നും ശരിയാവുന്നില്ലല്ലോ മാഷേ എന്ന് ചോദിക്കരുത്. തൽക്കാലം ആരെങ്കിലും പറയാണ് എൻ്റെ അമ്മയ്ക്ക് 28 വയസ്സുണ്ട്. എങ്ങനെ പറയാ? ഇപ്പം ഞാൻ പറഞ്ഞെന്നില്ലേ, മനു ആര്യയ്ക്കും 12 വയസ്സുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് മനു ആൻഡ് ആര്യ ആർ 12 years old. അത് രണ്ടുപേരും വന്നപ്പോൾ നമ്മൾ അവർ ആർന്ന് പറഞ്ഞു. പക്ഷേ ഒരാളാണെങ്കിൽ ഇങ്ങനെ പറയാം, മൈ മദർ ഇസ് 28 years old. മൈ മദർ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ. മൈ മദർ ഇസ് 28 years old. 28, 28 അല്ലേ? 20, 20 അതിൻ്റെ കൂടെ ഒരു 8 കൂടെ ചേർക്കണം. മൈ മദർ ഇസ് 28 years old. ഒരാളുടെ ഒരു വയസ്സ് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം. അനുവിന് 10 വയസ്സുണ്ട്. എങ്ങനെ പറയും? അനു ഇസ് 10 years old. ഓക്കെ. ഇനി എൻ്റെ അച്ഛന് 30 വയസ്സുണ്ട്. എങ്ങനെ പറയും? പറയൂ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഫാദർ. ഫാദർ. അമ്മയ്ക്ക് മദർ. എൻ്റെ അമ്മ എന്ന് പറയാൻ മൈ മദർ. അപ്പോൾ എൻ്റെ അച്ഛന് 30 വയസ്സുണ്ട്. എങ്ങനെ പറയും? അത് എഴുതണം. ആദ്യം ഹായ് മൈ നെയിം ഇസ് എന്നിട്ട്, അല്ലെങ്കിൽ ഹലോ മൈ നെയിം ഇസ്. രണ്ടാമത് 52 എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക. 3 എൻ്റെ അച്ഛന് 30 വയസ്സുണ്ട്. ഇതൊക്കെ എഴുതണേ കോമൻറ്റിൽ. ഇനിയിപ്പോൾ ഇന്ന് എനിക്ക് 23 വയസ്സാവുക, ഇന്ന് ആ ദിവസമാണ്, എൻ്റെ ജന്മദിനമാണെങ്കിൽ എൻ്റെ ജന്മദിനം എങ്ങനെ പറയും? എൻ്റെ ജന്മദിനം മൈ ബർത്ത്ഡേ. മൈ ബർത്ത്ഡേ. ഓക്കെ. എൻ്റെ ജന്മദിനം മൈ ബർത്ത്ഡേ. അപ്പം ഇന്ന് എനിക്ക് 23 വയസ്സ് തികയാണെങ്കിൽ എങ്ങനെ പറയാ ഞാൻ? ഐ എം 23 ടുഡേ. ഐ എം 23 ടുഡേ. ടുഡേ എന്ന് വെച്ചാൽ ഇന്ന്. ഇന്ന് എനിക്ക് 23 ആയി. ഇന്ന് എനിക്ക് 23ാമത്തെ ജന്മദിനമാണ് എന്നിങ്ങനെ പറയും. ഐ എം 23 ടുഡേ. വെരി ഗുഡ്. ഇനി മനു അനുവും ആര്യയും ഇങ്ങനെ നടക്കുമ്പോൾ വേറൊരാളെ കണ്ടു. അപ്പോൾ മനുവിൻ്റെ ഫ്രണ്ടാണത്. അപ്പം മനു പറയുകയാണേ, ഇത് അനു. പരിചയപ്പെടുത്തുക. എങ്ങനെ പറയാം? മനു ഇൻട്രൊഡ്യൂസസ് അനു. മനു അനുവിനെ പരിചയപ്പെടുത്തുക. മനു ഇൻട്രൊഡ്യൂസസ് അനു. എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഇത് അനു ആണ്. എങ്ങനെ പറയാ? ദിസ് ഇസ് അനു. ദിസ് ഇസ് അനു. ഇത് അനു ആണ്. ദിസ്
is Anu. അവൾക്ക് 10 വയസ്സുണ്ട്. ഷീ ഈസ് 10 years old. അപ്പം അവൾക്ക് ഇത്ര വയസ്സുണ്ട്. അവൾ എന്നുള്ള വാക്ക് ഷീ ആണേ. അപ്പോൾ അവൾക്ക് 10 വയസ്സുണ്ട് എന്ന് പറയാൻ ഷീസ് 10 years old. ഇപ്പം അനു എനിക്ക് 10 വയസ്സുണ്ടെന്ന് പറഞ്ഞത് ഐ എം 10 years old. പക്ഷേ മനു പറയാണ് അനുവിന് 10 വയസ്സുണ്ടെന്ന് എങ്ങനെ പറഞ്ഞേ? അവൾക്ക് 10 വയസ്സുണ്ട്. ഷീസ് 10 years old. അപ്പോൾ ഇത് അനു ആണ്. അവൾക്ക് 10 വയസ്സുണ്ട്. ദിസ് ഇസ് അനു. ഷീസ് 10 years old. അപ്പോൾ അപ്പുറത്ത് ആര്യ നിൽക്കുന്നുണ്ട്, പരിചയപ്പെടുത്തണ്ടേ? കൂടാതെ ഇത് ആര്യയാണ്. അപ്പോൾ നമ്മളങ്ങനെ പറയാൻ ആൻഡ്. അടുത്ത കാര്യം പറയാം. ആൻഡ് ദിസ് ഇസ് ആര്യ. ആൻഡ് ദിസ് ഇസ് ആര്യ. ആൻഡ് ദിസ് ഇസ് ആര്യ. നമുക്ക് 12 വയസ്സുണ്ട്. എങ്ങനെ പറയാം? ഷീസ് 12 years old. വെരി ഗുഡ്. ദിസ് ഇസ് ആര്യ. ഷീസ് 12 years old. ഇനി അന്ന് നോക്കുമ്പോൾ ആര്യയുടെ ഒരു ഫ്രണ്ട്. അപ്പോൾ മനുവിനെ പരിചയപ്പെടുത്തണ്ടേ? ആര്യ ഇൻട്രൊഡ്യൂസസ് മനു. എങ്ങനെ ആര്യ പരിചയപ്പെടുത്തണേ? ഇത് മനു ആണ്. എങ്ങനെ പരിചയപ്പെടുത്തും? ദിസ് ഇസ് മനു. ദിസ് ഇസ് മനു. ദിസ് ഇസ് മനു. ആൾക്ക് 12 വയസ്സുണ്ട്. എങ്ങനെ പറയും? ഹീസ്. നേരത്തെ അവൾക്ക് എന്ന് പറയാൻ ഷീസ് എന്ന് പറയും അല്ലേ? ഷീസ്. അവൾ എന്ന് പറയാൻ ഷീ. അവൻ എന്ന് പറയാൻ ഹി. ഹീ ഈസ് അല്ലെങ്കിൽ ഹീസ് 12 years old. ഹീസ് 12 years old. ഓക്കെ, കഥ കഴിഞ്ഞു. പക്ഷെ ഇനി നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിക്കും. അപ്പം നിങ്ങൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരണം. ഇത്രയൊക്കെ സിമ്പിളായ ചോദ്യങ്ങളാണ്. ഇംഗ്ലീഷിൽ പറയണേ. അപ്പോൾ ചോദിക്കട്ടെ, ഹൗ ഓൾഡ് ഇസ് അനു? എന്ന് വെച്ചാൽ അനുവിന് എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ഇസ് അനു? അനുവിന് 10 വയസ്സുണ്ട് അല്ലേ? എങ്ങനെ പറയാ? അനു ഇസ് 10 years old. വെരി ഗുഡ്. അനു ഇസ് 10 years old. Where is she from? Where is she from? എവിടുന്നാണ് അനു വരുന്നത്? Where is she from? എവിടുന്നാണ് അവൾ വരുന്നത്? അവൾ എവിടുന്നാ? ഇന്ത്യയിൽ നിന്ന്. She is from India. She is from India. അപ്പോൾ അടുത്ത ചോദ്യം, is she Indian? അവൾ ഇന്ത്യക്കാരിയാണോ? അതാണ് അതിൻ്റെ അർത്ഥം. Is she Indian? Is she Indian? അതെ, ഇന്ത്യക്കാരിയാണ്. എങ്ങനെ പറയണേ? അപ്പം മുഴുവൻ പറയണ്ട, അതേന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം യെസ് ഷീ ഈസ്. യെസ് ഷീ ഈസ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഹൗ ഓൾഡ് ഇസ് അനു? ഉത്തരം പറഞ്ഞോളൂ. അനു ഇസ് 10 years old. Where is she from? She is from India. Is she Indian? Yes, she is. അടുത്ത ചോദിക്കട്ടെ, how old is Manu? How old is Manu? Manu is 12 years old. Manu is 12 years old. Where is he from? Where is he from? അവനും ഇന്ത്യയിൽ തന്നെയാണ് അല്ലേ? അപ്പം എങ്ങനെ പറയാം? He is also from India. He is also from India. Is he also Indian? അവനും ഇന്ത്യക്കാരനാണോ? Is he also Indian? Yes, he is also Indian. അടുത്തത്, how old is Arya? How old is Arya? Arya is also 12 years old. അല്ലെ, നേരത്തെ പറഞ്ഞ ആൾ മനു. മനുവിൻ്റെ അതേ പ്രായമല്ല ആര്യയ്ക്ക്. അപ്പോൾ ആര്യ ഈസ് ഓൾസോ 12 years old. ഇന്ത്യക്കാരിയാണോ അങ്ങനെ ചോദിക്കാം. ഇസ് ഷീ ഇന്ത്യൻ? ഇസ് ഷീ ഇന്ത്യൻ? അല്ല. നോ ഷീ ഇസിൻറ്റ്. നോ ഷീ ഇസിൻറ്റ്.
അങ്ങനെ പറയാം. അല്ല എന്ന് പറയാൻ നോ ഷീ ഇസിൻറ്റ്. എവിടുന്ന അവൾ വരണേ? വേർ ഇസ് ഷീ ഫ്രം? വേർ ഇസ് ഷീ ഫ്രം? ഷീസ് ഫ്രം ശ്രീലങ്ക. ഷീസ് ഫ്രം ശ്രീലങ്ക. അപ്പോൾ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പം ഇങ്ങനെ ഇടുക, ഇസ് അപ്പുറത്തിടുക, വേർബ് എടുത്ത് അങ്ങോട്ടിടുക, ഈ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. നമ്മളിങ്ങനെ പ്രത്യേകിച്ച് റൂൾസും ഗ്രാമറൊന്നും പഠിക്കാണ്ട് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് നിങ്ങളിങ്ങനെ കുറേ കഷ്ടപ്പെടാണ്ട് നമുക്ക് പരിപാടിയൊന്നുമില്ല, എന്നാലും കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിപ്പിക്കാം എന്ന് വിചാരിച്ച് തുടങ്ങുന്ന സീരീസാണ്. കുറേ ബെനിഫിഷ്യൽ ആവുമെന്ന് എനിക്കൊരു ഉൾവിളിയുണ്ട്. അതുകൊണ്ട് നന്നായി പഠിക്കുക. പറയുന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഉത്തരം എഴുതിയിടുക. കുറേ കഷ്ടപ്പെട്ടാണെങ്കിലും എഴുതിയിടുക. ഞാൻ എത്ര എഫേർട്ട് ഇവിടെ എടുത്താലും നിങ്ങൾ അവിടുന്ന് എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഒന്നും ഒരു ഫലത്തിൽ എത്തില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. പക്ഷേ കേരളത്തിൽ എല്ലാവരും നന്നായിട്ട് മലയാളം സംസാരിക്കുമല്ലോ എന്തായാലും. അതുപോലെ തന്നെ അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നൊക്കെ ഒരു 100 വർഷം കഴിഞ്ഞിട്ട് വലിയ റിസർച്ചൊക്കെ നടക്കുമ്പോൾ പറയണം, ഈസി ഇംഗ്ലീഷ് വിത്ത് ഇനി ഒരു ചാനൽ ഉണ്ടായിരുന്നു, അവർ കാരണം കുറേ പേര് ഇംഗ്ലീഷ് പഠിച്ചു എന്നൊക്കെ ഞാനൊക്കെ ചത്തുപോയ ശേഷം പറഞ്ഞ് എനിക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. എൻ്റെ ഒരു സെൽഫിഷ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അയ്യോ അല്ലേ, എന്താ പറയണല്ലേ, പഠിക്കണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനിങ്ങനെ പറയണ സെൻറ്റൻസുകൾ കേട്ട് പേടിക്കൊന്നും വേണ്ട. ഒരു 2 പ്രാവശ്യം ഏതൊരു സംഭവം കേട്ടാൽ അതങ്ങോട്ട് ശരിയാവും കേട്ടോ. പേടിക്കൊന്നും വേണ്ട. ഫ്രം എന്നൊക്കെ വരുമ്പോൾ പറയാൻ തന്നെ ബുദ്ധിമുട്ടെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കണ്ടാവും. സാരില്ല, റെഡിയാവും. അപ്പോൾ 3 സെൻറ്റൻസുകൾ മറക്കരുത്. ഐ ആം അല്ലെങ്കിൽ മൈ നെയിം ഇസ് നിങ്ങളുടെ പേര്. 53 എങ്ങനെയാണ് എഴുതുക? എൻ്റെ അച്ഛന് 30 വയസ്സുണ്ട്. അതെങ്ങനെയാണ്? ആ സെൻറ്റൻസ് നോക്കിയിട്ട് ഉണ്ടാക്കുക. അച്ഛൻ എന്ന് പറയാൻ ഫാദർ. എൻ്റെ അച്ഛന് 30 വയസ്സാണ്, അതാണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ 3 സെൻറ്റൻസും എഴുതി ഉണ്ടാക്കി കോമൻറ്റിലിടുക. ഇതിൻ്റെ അടുത്ത പോർഷൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ തുടങ്ങാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഗ്രാമറൊക്കെ പഠിപ്പിക്കുന്ന ഒരു സീരീസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് ആൾക്കാരെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ 16 വീഡിയോ സീരീസ് കാണാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.